السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടെടുത്തു. ഏത് ജസാ ഉൽ വാലിദൈൻ എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് പറയാനുള്ളത് അതിലെ കുറച്ച് വർക്കുകളെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ഒരു 5 വർക്കുകൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ നക്തഷിഫുൽ മുത്തറാദിഫ എന്നാണ്. അല്ല നിഷിത്താർന്ന വർക്കുകൾ. നക്തഷിഫുൽ മുത്തറാദിഫ, ഇതിന് പര്യായമായ പദങ്ങൾ, ഇതിന് തുല്യ പദങ്ങൾ, പര്യായമല്ല, ഇതിന് തുല്യ അർത്ഥത്തിനേക്കുള്ള അതിൻ്റെ തുല്യ പദങ്ങൾ നമ്മൾ പാഠത്തിൽ നിന്നും കണ്ടെത്തുക എന്നാണ്. തഹദ്ദസ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. അപ്പോൾ ഇതിന് നല്ല തുല്യമായ പദങ്ങൾ നമ്മുടെ പാഠത്തിലുണ്ട്. ഈ പാഠത്തിൽ നിന്ന് എടുത്ത് എഴുതുക. അതുപോലെ നെക്സ്റ്റ് സഹ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. മറന്നുപോയി എന്നർത്ഥത്തിന് കണ്ടോ. അപ്പോൾ അതിനും തുല്യമായ പദം നമ്മുടെ പാഠത്തിലുണ്ട്. അതുപോലെ തറക്ക, ഉപേക്ഷിച്ചു, അതിനും തുല്യമായ പദം നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. തല എന്ന് പറഞ്ഞാൽ ഓതുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്നൊക്കെ അർത്ഥം, വായിക്കുക എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. ഓക്കെ, അപ്പോൾ അതിനും തുല്യമായ പദം നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ അക്കാമ നിൽക്കുക, താമസിക്കുക എന്നൊക്കെ അർത്ഥം, അതിനും തുല്യമായ പദം നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. ബാല് എന്ന് പറഞ്ഞാൽ അവസ്ഥ, സാഹചര്യം എന്നൊക്കെ അർത്ഥത്തിനിക്ക്. അലമുൻ എന്ന് പറഞ്ഞാൽ, അലം എന്ന് പറഞ്ഞാൽ വേദന. ഓക്കെ, അൽ ബസാറിനെ ധരിക്കുക, ധരിപ്പിക്കുക എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. ധരിക്കുക, ധരിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ അതിനും തുല്യമായ പദങ്ങളുണ്ട്. ഫരിഹ അല്ലെങ്കിൽ ഫറഹൻ എന്ന് പറഞ്ഞാൽ സന്തോഷം. ഫരിഹ എന്നാൽ സന്തോഷിക്കുക, സന്തോഷിക്കുക അല്ലെങ്കിൽ സന്തുഷ്ടരാവുക, വിജയശ്രാളിതരാവുക. ഫരിഹ സന്തോഷിക്കുക എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. വഹബ എന്ന് പറഞ്ഞാൽ ദാനം നൽകുക, വെറുതെ കൊടുക്കുക എന്ന അർത്ഥത്തിനേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ തുല്യമായ പദങ്ങൾ നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. ജസാൽ വാലിദൈൻ എന്നുള്ള പാഠത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നും എടുത്ത് എഴുതുക. പിന്നെ നമുക്ക് അടുത്ത വർക്കുള്ളത് നുമയ്യിസ് ബൈന സ്വഹീഹത്തി വൽ ഖാത്തിഅത്തി വ നസഹിൽ ഖാത്തിഅ എന്നാണ്. തെറ്റ് അത് ശരിയായെന്ന് കണ്ടെത്തുക, എന്നിട്ട് തെറ്റിലെ തെറ്റ് തിരുത്തി എഴുതുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തത് ലാ തസ്ഹരിൽ ഉമ്മഹാത്തുൽ അത്ഫാലിഹിന്ന, ഉമ്മമാർ അവരുടെ മക്കൾക്ക് വേണ്ടി ഉറക്ക് ഒഴിക്കാറില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്താണ് തെറ്റെന്ത്, ആ തെറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എഴുതട്ടോ. അതുപോലെ രണ്ടാമത്തെ കാനത്ത് ആസിയത്ത് ഉമ്മു ഫിർഔൻ, ആസിയ ബീവി ഫിർഔനിൻ്റെ ഉമ്മയായിരുന്നു. അതും തെറ്റാണല്ലോ. ആസിയ ബീവി ഫിർഔനിൻ്റെ ഭാര്യയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ മാറ്റിക്കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അർലാത്ത ഹലീമത്തു സഅദിയ്യത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹലീമ ബീവി മുല കൊടുത്തു. അത് ശരിയാണെങ്കിൽ ഓക്കെ, തെറ്റാണെങ്കിൽ മാറ്റി എഴുതുക. അൽ അബു ഉപ്പ, അൽ മദ്രസത്തുൽ ഊല ലിൽ അത്ഫാൽ, കുട്ടികൾക്കുള്ള ഒന്നാമത്തെ പാഠശാലയാണ്. അൽ മദ്രസത്തുൽ ഊല ഒന്നാമത്തെ പാഠശാലയാണ്. ലിൽ അത്ഫാൽ ഈ കുട്ടികൾക്കുള്ള. അപ്പോൾ ഇതിലെന്തേ തെറ്റുണ്ടോ നോക്കുക, തെറ്റുണ്ടെങ്കിൽ മാറ്റി എഴുതുകയും ചെയ്യുക. യഹ്തമ്മു സുലഹാഹു ബി ഉമ്മഹാത്തിഹിം, നല്ല മനുഷ്യർ അവരുടെ മാതാക്കളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പരിഗണിക്കുന്നു എന്നൊക്കെയാണ്. യഹ്തമ്മു എന്നല്ലേ, യഹ്തമ്മ പരിഗണിക്കുക. സുലഹാഉ നല്ല ആളുകൾ, ബി ഉമ്മഹാത്തിഹിം അവരുടെ ഉമ്മമാരെ നല്ല പരിഗണിക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ഇത്, തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്തി എഴുതുക. അദ്ദുആഉ വാലിദൈനി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബന വലംന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് എഴുതിയിട്ട് ശരി എഴുതുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയില്ല മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്നുള്ളതാണല്ലോ. അദ്ദുആഉ വാലിദൈനി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബന വലംന എന്നുള്ളതാണ്. അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് എഴുതുക, എന്നിട്ട് തെറ്റ് തിരുത്തിയിട്ട് എഴുതുക. ശരിയാണെങ്കിൽ ഓക്കെ എന്ന് എഴുതുക. പിന്നെ അടുത്ത വർക്ക് നുഇദ്ദു അസ്ഇലതൻ ബിമൻ മമത ഹൽ മാദാ ലിമാ കം മിൻ ഹാദ ദർസി, ഈ പാഠഭാഗത്തിൽ നിന്നും ഇതൊക്കെ വെച്ചിട്ട് ഓരോ ജുംലകൾ ഉണ്ടാക്കുക. മൻ ആര്, മത എപ്പോൾ, ഹൽ എങ്ങനെ, മാദാ എന്താണ്, ലിമ എന്തുകൊണ്ടാണ്, കം എത്ര. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ടാക്കണം? ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ചോദ്യങ്ങൾ ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? മൻ. ഓക്കെ, അതുപോലെ തന്നെ ആര്, മത്ത, എപ്പോൾ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കല്ലോ. ഈ പാഠവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ജുംലകൾ ഉണ്ടാക്കുക. പിന്നെ അടുത്തത് നക്തുബ് ഹംസ ജുമലിൻ അൻ ഉമ്മഹാത്തി, നമ്മുടെ ഉമ്മമാരെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചല്ല, ഉമ്മമാരെക്കുറിച്ച് 5 ജുംലകൾ എഴുതുക. വളരെ ദമ്മാക്കിയിട്ട് വർണ്ണനകളൊക്കെ കൊടുത്ത് ഒരു പരിപൂർണ്ണ കലിമത്തുകളും ജുംലകളാകുന്ന രൂപത്തിൽ എഴുതട്ടോ. ഉമ്മമാരെക്കുറിച്ച് ഒരു 5 കലിമത്തുകൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതാൻ, നമുക്കത് മാറ്റമല്ലോ.
അതുപോലെ തന്നെ അരിബുൽ ജുമല താലിയ കമാ ഫിൽ മിസാൽ എന്നാണ് അടുത്ത വർക്ക്. ഇവിടെ കുറച്ച് മലയാളത്തിലൊരു 5 ഉദാഹരണങ്ങൾ, ഈ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യണം, അത് അറബിയിലേക്ക് ആക്കണം. അതിൽ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, 18ാമത്തെ സൂറത്ത് അൽ കഹ്ഫാണ്. അത് സൂറത്തു സാമിനത്തു ആഷറ അൽ കഹ്ഫ്. കഹ്ഫ് സൂറത്താണ് 18ാമത്തെ സൂറത്ത്. അപ്പോൾ ഇതുപോലെ ഈ 5 ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാമാണ്, ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാമാണ് എന്നാണ്. അപ്പോൾ നമ്മളതിങ്ങനെ ആലോചിക്കുക, ഒന്നാമത്തെ നബിക്ക് ഒന്നാമത്തെ എന്നുള്ളതിന് അൽ അവൽ, നബി എന്നുള്ളതിന് അൻ നബി. അപ്പോൾ അൻ നബിയുൽ അവ്വലിലെ ഹു ആദം അലൈഹിസ്സലാം, അങ്ങനെയൊക്കെ എഴുതിയാൽ മതി, സിമ്പിളാക്കി ചെയ്തിട്ടോ. അതുപോലെ തന്നെ 17ാമത്തെ സൂറത്ത് ഇസ്ര ആണ്, 17 കേട്ടോ. അതുപോലെ നബിക്ക് വഹി കിട്ടിയത് 40ാം വയസ്സിലാണ്, അതും അങ്ങനെ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവാണ്, 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ അതും നിങ്ങൾ അറബിയിലേക്ക് എഴുതുക. ഖുർആനിലെ 85ാമത്തെ സൂറത്ത് ഏതാണ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, അറബിയിലേക്ക് മാറ്റി എഴുതണം കേട്ടോ. വളരെ സിമ്പിളായ വർക്കുകളാണല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്യാം. വർക്കുകൾ മറക്കണ്ട. ഒന്നാമത്തേൽ ചെയ്യേണ്ടതിന് തുല്യമായ പദങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. രണ്ടാമത്തേൽ തെറ്റോ ശരിയോ നോക്കുക, തെറ്റുണ്ടെങ്കിൽ മാറ്റി എഴുതുക. പിന്നെ മൂന്നാമത്തേത് മന്ന് മത്ത ഹല്ല് മാതാ ലിമ കം, ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഉമ്മമാരെക്കുറിച്ച് ഒരു 5 സെൻറ്റൻസുകൾ എഴുതുക. ഈ കുറച്ച് സെൻറ്റൻസുകൾ മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട വർക്കുള്ളത്. സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും.